ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഫെബ്രുവരി 2-ാം തീയതി നമ്മൾ ഈശോയുടെ ദേവാലയത്തിനും അവിടുത്തെ മാതാപിതാക്കൾ കാഴ്ചവെച്ച സംഭവത്തിൽ നമ്മൾ അനുസ്മരിച്ച് ആഘോഷം നടത്തുകയാണ്. The presentation of our Lord. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 40 വരെയുള്ള വചന ഭാഗങ്ങളിലൂടെ സഭമാതാവ് നമ്മെ ഇപ്രകാരം ഈ തിരുനാളിലേക്ക് ക്ഷണിക്കുമ്പോൾ, യേശുവിനെ ദേവാലയത്തിലേക്ക് യഹൂദ ആചാരപ്രകാരം സമർപ്പിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പിതാവും കടന്നു ചെല്ലുന്ന സന്ദർഭമാണ്. യഹൂദ ആചാരപ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളോടും കൂടെയാണ് യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നത്. ശമയോൻ ദീർഘദർശി യേശുവിനെ കരങ്ങളിലെടുത്തുകൊണ്ട് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. സകല രക്ഷയ്ക്കും വേണ്ടി, സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയ ഈ പ്രകാശത്തെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ അങ്ങയിടയാക്കിയതിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമ്മൾ ശ്രവിക്കുകയാണ്. ഇതാ എൻ്റെ ദൂതനെ നിങ്ങൾക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ സകലതിനെയും നവീകരിക്കുന്ന ഒരു യന്ത്രമാണ്. അതെ, കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ കേന്ദ്രമായി അവിടുന്ന് കടന്നു വരുന്നു. ഇന്ന് ഈ സ്വന്തം യേശുവിൻ്റെ സമർപ്പണ തിരുനാളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജ്ഞാനസ്നാനത്തെ നമുക്ക് ഓർമ്മിപ്പിച്ചു തരികയാണ്. അതേപോലെ നമ്മളെ മാതാപിതാക്കന്മാർ വിശ്വാസ ചൈതന്യത്തോടെ വളർന്നു വരുവാൻ തക്കവണ്ണം അവർ നമ്മെ സമർപ്പിച്ചതുമാണ്. ആകയാൽ ഈ സമർപ്പണത്തിൻ്റെ ധന്യത അൾത്താരയിൽ നിന്ന് വിട്ടുമാറാതെ അൾത്താരയോട് ചേർന്നുകൊണ്ട് അൾത്താരയോട് ബലി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം അനന്തതയിലേക്ക് പ്രവേശിക്കുവാൻ ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആകയാൽ ഇന്ന് അനുസ്മരിക്കപ്പെടുന്ന എല്ലാ അനുഷ്ഠാനങ്ങളും തന്നെയും നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ ഏറ്റുപറയുന്നതാണത്. ഒരുമയോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സമർപ്പണ തിരുനാളിൽ നാം സംബന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ കറകൂടാതെ നിന്റെ അനന്ത സൗഭാഗ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഈ ഒരു അനന്ത സൗഭാഗ്യ തിരുനാളിൽ പങ്കുചേരാൻ പറ്റാതെ പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പോലും അവരുടെ ആത്മശാന്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനാളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ തിരുനാൾ ആഘോഷിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ആമേൻ.